ദീപു കൃഷ്ണൻ, ഞാനാണ് UAS-ന്റെ നടത്തുന്ന ഡയറക്ടർ. കഴിഞ്ഞ മാസം ഇതേ സമയമാണ് നമ്മൾ ഏകദേശം ഒരു ചെറിയൊരു ഇനാഗുറേഷൻ വഴിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രോഗ്രാമാണ് അത്. ചാത്തന്നൂരിൻ്റെ ഒരു അത്രയും പ്രൗഡായ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാത്തന്നൂരിന് നെക്സ്റ്റ് വീക്ക് തന്നെ റിസൾട്ട് വരിക എന്ന് പറയുമ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ ആ സമയത്ത് തന്നെ ദേവികയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ദേവിക വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരുന്നു. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം ഇങ്ങനെ ഒരു പബ്ലിക് പ്രോഗ്രാമിലേക്ക് എത്തി ദേവികയ്ക്ക് വരാൻ പറ്റി. ഒരുപാട് സന്തോഷം. ആ ഒരു പ്രോഗ്രാം ആലോചിച്ചപ്പോൾ തന്നെ വേറൊരു ഓപ്ഷനൊന്നും മനസ്സിൽ വന്നില്ല. നമ്മുടെ MLA തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന ഓപ്ഷൻ. അപ്പോൾ ഞാൻ സാറിൻ്റെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ സാറ് പാർട്ടി മീറ്റിങ്ങിനായിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു. സാർ ഒന്നും ആലോചിക്കാണ്ട് അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു, സമയം തന്നു. അപ്പം ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ ഫംഗ്ഷൻ എത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാംഗം നമ്മുടെ MLA GS ജയലാൽ സാറിനെ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ സമയം മുതൽ തന്നെ നമ്മുടെ ഇനാഗുറേഷൻ ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്ത എല്ലാ കാര്യത്തിലും ഞാൻ പഞ്ചായത്തിൽ ചെന്നപ്പോഴായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് സഹായിച്ച ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരാളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് SK ചന്ദ്രകുമാർ സാറ്. സാറിനെ ഒരുപാട് ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ഒരു ദേവികയേക്കാൾ ഞാൻ ചീഫ് ഗസ്റ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അയ്യപ്പഭവനെയാണ്. അപ്പോൾ ദേവികയുടെ വിജയം ഒരുപാട് നമുക്ക് പ്രചോദനമാണ്. അതിൻ്റെ ഏറ്റവും ഒരു ബാക്ക് ബോൺ, ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അയ്യപ്പമാമനും ഫാമിലിയും തന്നെയാണ്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ദേവികയേക്കാൾ മുന്നേ ഞാൻ അയ്യപ്പമാമനെയാണ് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇന്നത്തെ താരം എന്ന് പറയുന്നത് ദേവിക പ്രിയദർശിനി തന്നെയാണ്. ദേവികയാണ് ഇപ്പം ചാത്തന്നൂരിലെ എല്ലാ സ്കൂൾ കുട്ടികളുടെ ഒരു പ്രചോദനമാകാൻ പോകുന്ന ഒരാൾ. ആദ്യമായ ഇപ്പം റീസെൻ്റ്ലി കുറച്ച് നാളിനിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അജിത് ജോൺ ജോഷുവ സാറിന് റിസൾട്ട് കഴിഞ്ഞാൽ പിന്നീട് വന്നിട്ടുള്ള റിസൾട്ടാണ് ദേവികയുടെ റിസൾട്ട്. അപ്പോൾ ഇവിടെ നോക്കിയാലും ദേവികയുടെ ഇൻ്റർവ്യൂസ് ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ദേവികയുടെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പേഴ്സണലി ഇത് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരാളെന്ന് എനിക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല ഇത്. ഇതിന് പിന്നിലെ ദേവികയുടെ ഒരുപാട് അധ്വാനം, ഒരുപാട് ദേവികയുടെ ഒരു പേഴ്സണലി ഞാൻ മനസ്സിലാക്കി ദേവിക കീപ്പ് ചെയ്തൊരു ഡിസിപ്ലിൻ ഉണ്ട്. റിസൾട്ട് വന്ന നിമിഷം പോലും അത്രയും ബാലൻസ്ഡ് മൈൻഡ് സെറ്റിൽ വന്ന ഒരാളാണ് ദേവിക. ദേവികയുടെ അത്രയും ഒരു സ്ട്രോങ് മൈൻഡ് തന്നെയാണ് ദേവിക ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദേവികയെ ഞാൻ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇത്രയും മഴയിലും ഇവിടെ വന്ന നമ്മൾ കുറെ ആൾക്കാരെ വിളിച്ചിരുന്നു. പക്ഷേ അറിയാം ഇത്രയും മഴയൊക്കെ ആയപ്പോൾ ആൾക്കാർക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടായി. എന്നിട്ടും ഈ മഴയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മളിങ്ങനെ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് എന്ന് പറയുന്നു. അടുത്തതായിട്ട് ദേവികയുടെ ഒരു ആശംസ പറയാനായിട്ട് നമ്മുടെ അധ്യക്ഷനായിട്ട് ഞാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രകുമാർ സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. നമസ്കാരം. ബഹുമാനപ്പെട്ട MLA നീതു കൃഷ്ണൻ, നമ്മുടെ താരം, നാടിൻ്റെ അഭിമാനം ദേവിക പ്രിയദർശിനി, കുടുംബാംഗങ്ങൾ, നമ്മുടെ നീതു കൃഷ്ണ ഉൾപ്പെടെയുള്ള ബഹുമാനികൾ, ഞാൻ കുറച്ച് ദിവസങ്ങളിലായി ഇങ്ങനെ ദേവിയെ കാണണം എന്ന് കാത്തിരിക്കുന്ന ഒരാളാണ്. നേരിട്ട് കണ്ട് അഭിനന്ദനം അർപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു സ്ഥലത്തായിട്ട് പോയി വന്ന് നിൽക്കുകയാണ് യാത്രയിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അങ്ങനെ നേരിട്ട് കാണാമെന്നൊരു സന്തോഷത്തിലിരിക്കുന്നു. ശരിക്കും ഈ എയിംസിൻ്റെ പ്രോഗ്രാം ഇവിടെ തുടക്കം വിടുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായത് ഈ അക്കാഡമി ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഇത്തരത്തിലൊരു വലിയൊരു സമ്മാനം നമുക്ക് നാടിന് കിട്ടിയത് സന്തോഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കായി ദേവിയേക്കായി കൂടുതൽ സന്തോഷം നമ്മുടെ നീതുവിനാണ് തോന്നുന്നു അല്ലേ. വന്നപ്പോൾ തന്നെ ഞാൻ ഒരു തങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്, നേടിയതും നേടാത്തവരും തമ്മിലുള്ള ഒരു അന്തരം. പക്ഷെ അത് കൂടുതൽ സംസാരിക്കാൻ ദേവിക്ക് സമയം പോലും കൊടുക്കുന്നില്ല. അല്ലേ
ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് പലരെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഈ ഫോൺ നോക്കുന്നെങ്കിലും ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും അത് ഒരു വലിയ മനസ്സാണ്. ആ മനസ്സിൻ്റെ ആ ഒരു കിട്ടാതെ പോയ ഭാഗ്യം ദേവിക നേടി, ഈ സമയത്ത് നേടിയെന്ന് ഇനിയുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെറുപ്പത്തിൽ തന്നെ ഈ മേഖലയിൽ എയർലി പ്രൈസേഴ്സ് എന്ന രീതിയിലേക്ക് നമുക്ക് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഞാൻ നീതു അവിടെ വന്നപ്പോൾ തന്നെ പലരോടും പറഞ്ഞു, നമ്മുടെ നാട്ടിലൊരു വലിയ സംഭവമാണ്, നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്കൊന്ന് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനമാണെന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിച്ചു നോക്കും. ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ ഈ എയിംസ് തുടങ്ങിയ സമയം, അല്ലെങ്കിൽ അക്കാഡമി ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു IAS കിട്ടുന്നു. അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് രീതിയിൽ എനിക്ക് സന്തോഷമല്ല, ഞാൻ ഇരിക്കുന്ന സമയത്തല്ലേ ഈ ഒരു അപ്രിസിയേഷൻ നമ്മുടെ നാട്ടിന് കിട്ടുന്നത്. തീർച്ചയായും ഇത് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെതായ ഒരു വലിയ പ്രോഗ്രാം ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നടത്തി വരുന്നു. നമ്മുടെ മികച്ച വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും SSLC +2 പരീക്ഷയിൽ ഉള്ള A+കാരെ എല്ലാം നമ്മുടെ പഞ്ചായത്തിലുള്ളവരെല്ലാം നമ്മൾ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അപ്പോൾ തീർച്ചയായും പ്രാവശ്യത്തെ അതിൻ്റെ മിന്നം താരം ദേവിക പ്രിയദർശിനി ആയിരിക്കും. ഞങ്ങളത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. തീർച്ചയായും MLA-ക്കൊപ്പം ജനപ്രതിനിധികൾക്കെല്ലാം വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മൾ വൈകി ഒരുപാട് സമയം വൈകിട്ടുണ്ട്. എല്ലാവരെയും സാറിന് പ്രത്യേകം സാറിന് കിട്ടിയ ഭാഗ്യമാണ് അല്ലേ. ഒരുപാട് മാതാപിതാക്കൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. അപ്പം അവിടെ എവിടെയൊക്കെ കിട്ടുന്ന ഭാഗ്യം തീർച്ചയായും ദേവിക പ്രിയദർശിനി തന്നെയാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനം. എല്ലാവിധ ആശംസകൾ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അത് സംഘടിപ്പിച്ചത് നീതുവിൻ്റെ ഈ പ്രസ്ഥാനത്തിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദേവിക ഒരു ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ജയലാൽ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനരെ, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ഒരു പ്രത്യേക നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു IAS കോച്ചിങ് സെൻ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങ് എന്നത് നമ്മൾ ഒത്തിരിയൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, പല രീതിയിൽ അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നീതുകൃഷ്ണൻ ദേവികയോട് അവതരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ സെന്ററിന് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഭയങ്കര ഒരു മാനേജ്മെന്റാണ്. അത് നമ്മുടെ ഈ സ്ഥാപനത്തിന് എന്നല്ല, നമ്മുടെ സമൂഹത്തിനാണ് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. വരുന്ന കുട്ടികൾ അവർക്ക് വളരെ അടുത്തുള്ള സ്ഥാനമാകുന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവും. നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് നേടാം എന്നൊരു ആത്മവിശ്വാസം സൃഷ്ടിക്കും. അത് ദേവിക ഇവിടെ വന്നതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി നാടിന് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സംഘാടനം തന്നെയാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു മികവ്. ആ സന്തോഷ നിമിഷത്തെ ഒത്തുചേരാൻ കഴിയുന്നതിൽ ഞാനും ഒത്തിരി മനസ്സിൽ ഒരുപാട് ദേവിക നമ്മളെ ഒരുപാട് ഈ നാടിനെ സർവീസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രത്യേക ലോകത്ത് നമുക്ക് നിൽക്കാനുള്ള ഒരിടം ദേവിക ഒരുക്കുന്നില്ല. ആ സേവനത്തിലൂടെ ഞങ്ങളുടെ കൊച്ചല്ലേ ആ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ തോന്നണം. അതിനുള്ളൊരു പ്രചോദനം കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത്. ഞാനൊരു MLA നിലയിൽ ഒരുപാട് IAS ആയിട്ട് ഇടപെടാനുള്ള ഒരു അവസരം കുറച്ച് ദീർഘനാളായി കിട്ടിയ ആളാണ്. സത്യത്തിൽ പിന്നെ ഒരുപാട് IAS-കാരുടെ മുമ്പിൽ പോയി നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ. ഇപ്പം നിങ്ങൾ വഹിക്കുന്ന ഒരു പ്രത്യേക ചുമതലകളായിരിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് ചുമതലക്കാരുടെ മുമ്പിലേക്ക് പോകേണ്ട ആളുകളാണ് ഞങ്ങൾ. ഒരു ദിവസം തന്നെ ഒരുപാട് ചുമതലക്കാരുടെ മുമ്പിൽ. അപ്പോൾ അതിന് റേഞ്ച് ഭയങ്കരമാണ്. നിങ്ങളുടെയൊക്കെ മനസ്സൊന്ന് തെളിഞ്ഞാൽ ഈ നാട് വല്ലാതെ നന്നാവും. അത് യാഥാർത്ഥ്യമാണ്. ഈ ആര് മുഖ്യമന്ത്രി ആയാലും ആര് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ സിവിൽ സർവീസിലെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മനസ്സാണ് സത്യത്തിൽ നാടിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെ ഇന്ന്. അങ്ങനെയുള്ള ഒരുപാട് ഭാവി വാഗ്ദാനങ്ങൾ സൃഷ്ടിക്കാനാണ് നീതുകൃഷ്ണനോട് ശ്രമിക്കുന്നത്. അതിന് പ്രത്യേകമായി ഒരു അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്
എന്നെ കൂടി ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ ആശംസയും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് ദേവിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹ സമ്മാനം ജയലാൽ സാർ തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. എല്ലാവരുടെയും സ്നേഹ സമ്മാനം. നമ്മുടെ ഫോറിൻ സർവീസിലേക്കായിരിക്കും ദേവിക പോകുന്നത്. നമ്മുടെ ഒരു ചെറിയ ഗിഫ്റ്റായ നാഷണൽ എംബ്ലം തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ വളരെ ജ്വലിക്കുന്ന ഒരു ചാപ്റ്ററായിട്ട് ദേവിക പ്രിയദർശിനി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് ജയലാൽ സാർ നമ്മളുടെ ഉപഹാരം കൈമാറുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ദേവിക്ക് ഒരു പൊന്നാടയിട്ട് ആദരിക്കുകയാണ്. ദേവിക്ക് ഈ മൈസിൻ്റെ വളരെ പേഴ്സണലായ ഒരു സമ്മാനം. ഇനി നമുക്ക് കേൾക്കാനുള്ളത് ദേവികയുടെ വാക്കുകളാണ്. എൻ്റെ കുറച്ച് കുട്ടികൾ, എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല, കുറച്ച് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സിവിൽ സർവീസ് ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിയും എന്നെക്കാൾ വളരെ ആക്റ്റായ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ദേവിക പ്രിയദർശിനി നിങ്ങളോട് സംസാരിക്കും. എങ്ങനെയുള്ള ആളായിരിക്കണം ഒരു സിവിൽ സർവൻറ്റ്, എല്ലാത്തിൻ്റെയും ഉദാഹരണമായിട്ട്. ഇതിലും നല്ല ഒരാൾ ഇവിടെ വരാനില്ല. ദേവിക തന്നെ ദേവിയുടെ സക്സസിനെ പറ്റി, ദേവിക വന്ന വഴികളെ പറ്റിയൊക്കെ നിങ്ങളോട് സംസാരിക്കും. നമസ്കാരം. ആദ്യമായിട്ട് MLA ശ്രീ ജയലാൽ സാറിനും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രകുമാർ സാറിനും എൻ്റെ നമസ്കാരം. പിന്നെ AIMIASൻ്റെ ഡയറക്ടറായ മേരി ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാതാപിതാക്കൾക്കും അതിലൊക്കെ ഉപരി വലിയൊരു ഭാവി സ്വപ്നം കാണുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. ചാത്തന്നൂരിൽ ജനിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഇതുവരെ എൻ്റെ സ്വന്തം നാടാണ് ചാത്തന്നൂർ. 10ാം ക്ലാസ് വരെ ഞാൻ ചാത്തന്നൂരിലെ വിമല സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മറ്റ് പലയിടത്തും പഠിച്ചെങ്കിലും നാട് എന്നാലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഈ ചാത്തന്നൂരാണ്. ഇപ്പോൾ ചാത്തന്നൂരിലെ എല്ലാ മുഖങ്ങളും കാണാൻ പറ്റി, പ്രിയപ്പെട്ട MLA സാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി. ഇതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു വേദി ഒരുക്കി തന്ന AIMIAS അക്കാഡമിയോടും ഒരു പ്രിയപ്പെട്ട നീതു ചേച്ചിക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു, എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാനിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ കാണുന്ന കുട്ടികളുണ്ടല്ലോ, കുഞ്ഞു മുഖങ്ങൾ. ഈ കുട്ടികളിൽ ഞാൻ കാണുന്നത് വരാനിരിക്കുന്ന ഭാവിക്ക് വേണ്ടി ഇന്നേ സ്വപ്നം കാണുന്നവരാണ്. ഒരു ദീർഘവീക്ഷണമുള്ള നാളത്തെ തലമുറയുടെ പ്രതിനിധികളാണ് നിങ്ങൾ. അപ്പം നാളത്തെ വികസിത ഭാരതിനെ നയിക്കേണ്ടവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഈ ദീർഘവീക്ഷണത്തിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ഭാവി സ്വപ്നം കണ്ട് ഇന്നേ പ്രയത്നിക്കാൻ തയ്യാറായി ഇവിടെ വന്നിരിക്കുന്നത്. അതിനായി കറക്റ്റായിട്ട് നീതു ചേച്ചിയുടെ അടുത്ത് ഗൈഡൻസിന് നിങ്ങൾ എത്തിച്ചേർന്നത്. നമ്മുടെ നാടിനെക്കുറിച്ച് അറിയാനും നാടിന് വേണ്ടി പ്രവർത്തിക്കാനും ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പൊതുപ്രവർത്തകരാണ്. ഇപ്പോൾ ജയലാൽ സാറിൽ നിന്നും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാറിൽ നിന്നും പൊതുപ്രവർത്തനത്തിൻ്റെ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ തുടർച്ചയായ സപ്പോർട്ടും ഗൈഡൻസും AIMIAS അക്കാഡമിക്ക് ഉണ്ടാവുമെന്നും ഞാൻ ആശംസിക്കുന്നു, ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം ഇപ്പം നീതു ചേച്ചി പറഞ്ഞ പോലെ ഒരു സിവിൽ സർവൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളോട് എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരണം. പഠന കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവന്നാൽ തന്നെ ഇത്രയും നീണ്ടു നിൽക്കുന്ന പരീക്ഷാ സ്റ്റേജുള്ള അല്ലെങ്കിൽ വലിയ സിലബസ് കവർ ചെയ്ത് ഒരുപാട് നാൾ പഠിക്കേണ്ട ഒരു പരീക്ഷ നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ആദ്യമായി അപ്പം നിങ്ങൾക്ക് വേണ്ടത് ജീവിതത്തിൽ അച്ചടക്കമാണ്. രണ്ടാമത്തെ കാര്യം സ്ഥിരോത്സാഹമാണ്, അഥവാ കൺസിസ്റ്റൻസിയാണ്. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് കാര്യം ജീവിതത്തിൽ ചെയ്യുക, അത് വളരെ സിൻസിയറായിട്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മധുരമുള്ള ഒരു ഭാവി തന്നെ ഉണ്ടാവും.
പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ അധ്യാപകരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ അയൽവാസികളെയും എല്ലാവരോടും സ്നേഹത്തോടെയും എല്ലാവരോടും ബഹുമാനത്തോടെയും പെരുമാറാനും എല്ലാവരെയും അത്തരത്തിൽ വളരെ മനോഹരമായൊരു റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ പുസ്തകം മാത്രം പഠിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം വളരെ ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നാട്ടിലിടപെടുമ്പോഴും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് കൈവരുന്ന കുറേ അറിവുകളുടെ ശേഖരങ്ങൾ അവസാനം പരീക്ഷയിലൂടെയും ഇൻ്റർവ്യൂ ഘട്ടത്തിലൂടെയൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ നേടുന്ന മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒരു കുട്ടിയായിട്ട് സ്കൂളിലെയും അത് കഴിഞ്ഞ് കോളേജിലെയും പഠനേതര പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയിട്ട് കറക്റ്റായിട്ടുള്ള ഗൈഡൻസിലൂടെ മുമ്പോട്ട് പോയി നിങ്ങളുടെ സ്വപ്നം സിവിൽ സർവീസ് ആണെങ്കിൽ അത് നേടാൻ സാധിക്കും. അതല്ല, നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നവരാണെങ്കിലും ജീവിതത്തിൻ്റെ മധുരമുള്ള ഒരു ഭാവി നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ജനറലായിട്ട് സിവിൽ സർവീസ് മേഖലയെ സ്വപ്നം കാണുന്ന കുട്ടികളോട് പറയാനുള്ളത്. അപ്പോൾ ഒന്നും കൂടെ AIAS അക്കാഡമിയോടും നീതി ചേച്ചിയോടും നീതി ചേച്ചിയുടെ അച്ഛനോടും അമ്മയോടും എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇവിടെ എത്തിച്ചേർന്ന MLAയോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവേണ്ടിയിരുന്നു ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവർക്കും മഴയായിരുന്നു. അപ്പോൾ ഈ മഴയൊന്നും പകർത്താൻ ഇവിടെ വന്ന് ഇത്രയും നിലവിലിരിക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന് ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ചെറിയ ഫംഗ്ഷനുകളോ വേണ്ടത്.